ഈ സീസ് ഫയർ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പൊതുവിൽ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു അഭിപ്രായമാണ്, ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ അബദ്ധം കാണിച്ചോ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അപ്പം അത് വ്യക്തമായിട്ട് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല, അമേരിക്ക ഇടയിൽ വന്നതുകൊണ്ട് തന്നെ ഇന്ത്യ യുദ്ധം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഒരു വിഷയം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ ചെയ്യുന്നത് ഒരു യുദ്ധമല്ല. ഇന്ത്യ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പ്രിസൈസ് ആയിട്ട് എവിടെയൊക്കെയാണോ ഈ ഭീകരന്മാർ തമ്പടിച്ചിരിക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് ചെയ്തത്. അതിലുപരിയായിട്ട് പാകിസ്ഥാൻ നിരന്തരം നമ്മളുടെ ബോർഡറിൽ നിന്നുകൊണ്ട് ഷെല്ലാക്രമണം നടത്തുകയും അവരാണ് ശരിക്കും ഇന്ത്യയെ പ്രകോപിപ്പിച്ചത്. അല്ലാതെ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാന്റെ മേലൊരു യുദ്ധപ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് എവിടെയൊക്കെയാണോ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളുള്ളത് അവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തിയത്. അവരെ അറ്റാക്ക് ചെയ്ത് ഇന്ത്യയിൽ നടന്ന പെഹൽഗാമിൽ നടന്ന ആ ഒരു ആക്രമണത്തിന് പകരം ചോദിക്കലാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇന്ത്യ ഈ ഒരു POK പിടിക്കാൻ നല്ലൊരു അവസരമായിരുന്നു എന്നൊക്കെ പലരും ഇവിടെ വെപ്രാളപ്പെടുന്നുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ POK പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ചില പ്രത്യാഘാതങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, POK നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചൈന അകത്തോട്ട് വരും. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ POKയിൽ നമ്മൾ വെറുതെ അങ്ങ് പാകിസ്ഥാനെ മാത്രം ടച്ച് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത വിഷയമാണ്. ചൈന ഉള്ളിലേക്ക് ഇറങ്ങും. ഇതുവരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് മേൽക്കോയ്മയുണ്ട്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയെ നേരിടാനുള്ള കരുത്തില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ വേണമെങ്കിൽ തുർക്കി ആയുധം കൊടുക്കാം, അതേപോലെ ചൈന ആയുധം കൊടുക്കാം, തുടരെ കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പം ഈ ഒരു യുദ്ധം മാസങ്ങളോളം നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവും. ഇനി അഥവാ POK ഫുള്ളായിട്ട് ഇന്ത്യ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഉള്ളിൽ വരും. ചൈന ഉള്ളിൽ വരുന്നത് എന്തിനാണ്? കാരണം അവർക്ക് അവിടെ ഷെയർ ഉണ്ട്. അവരവിടെ കോടിക്കണക്കിന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സീപക് കോറിഡോർ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്ത കുറച്ച് സ്ഥലം കൂടിയുണ്ട് POKയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവിടെ തർക്കങ്ങൾ വരും. അപ്പോൾ ഇത് നമ്മളൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഇന്നത്തെ നിലവിലെ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യം ഇന്ത്യയിൽ എങ്ങനെയാണ്? നമ്മൾ പല മേഖലകളിലും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതേപോലെ EV കാർ ഇൻഡസ്ട്രിയിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. പല മേഖലകളും നമ്മൾ ഇങ്ങനെ ഓപ്പൺ ഡോർ ആക്കിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിലെല്ലാം തന്നെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് യങ്സ്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല രീതിയിലും വൈബ്രൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനിരിക്കുന്ന ഇന്ത്യക്ക് ഈ സമയത്ത് ഒരു യുദ്ധം, അതും നീണ്ട യുദ്ധം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ഒരു രാജ്യത്തിന് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ തീരുമാനം എടുക്കുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സീസ് ഫയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസ്കസ്ഡ് എഗ്രിമെൻ്റ് അല്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ ഡിസ്കസ്ഡ് എഗ്രിമെൻ്റ് അല്ല എന്ന് പറയാനുള്ള കാരണം, ഇന്ത്യ ശരിക്കും വെർബലിയാണ് ഈ ഒരു എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇത് എവിടെയും എഴുത്തുകുത്തോ ഒരു രീതിയിലുള്ള എഗ്രിമെൻറ്റോ ഒന്നും തന്നെ ഇല്ല. പാകിസ്ഥാനുമായിട്ട് ഇന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ സീസ് ഫയറിനെ ചൊല്ലി തന്നെയാണ് ആ ഒരു ചർച്ച. അതായത് ഒരു രീതിയിലുള്ള എഴുത്തും കുത്തും വായനയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ പറഞ്ഞ കണ്ടീഷൻസ് മാത്രമായിരിക്കും. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ, ആ ഒരു ഓപ്പൺ ബോർഡറിൽ, പണ്ടത്തെ LOCയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ അതിനെ വാർ കോളായിട്ട് കണക്കാക്കും. ഇതാണ് ശരിക്കും പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം. അപ്പം അതായത് ഇനി തീവ്രവാദികളല്ല, ആര് വിചാരിച്ചാലും പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും, ഇനി ആര് വിചാരിച്ചാലും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഈ പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്ന പ്രോക്സികൾ നടത്തിയാലും പാകിസ്ഥാനാണ് അതിന്റെ ഉത്തരവാദി. അതാണ് ഇന്ത്യ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനി പാകിസ്ഥാനിക്ക് ധൈര്യമുണ്ടെങ്കിൽ അവൻ ഇന്ത്യയുടെ ബോർഡറിൽ വന്നിട്ട് ഒന്ന് ചൊറിയട്ടെ, അപ്പം ഇന്ത്യ തിരിച്ച് കാണിച്ചു കൊടുക്കും എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത്. ഇതേ രീതിയിലായിരിക്കും ആക്രമണം. ഇപ്പം തന്നെ ഏതാണ്ട് 5 മുതൽ 10 പാകിസ്ഥാന്റെ മിലിറ്ററി ബേസുകൾ ഇന്ത്യ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയ്ക്ക് കിട്ടിയ തിരിച്ചടി അറിയാലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, J-17 തകർത്തെറിഞ്ഞത്. ഇതിലുപരിയായിട്ട് പാകിസ്ഥാന്റെ എക്കോണമി കൂപ്പൂത്തിയിരിക്കുന്ന അവസ്ഥ, ഇതുപോലെ തന്നെ പാകിസ്ഥാന്റെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതെല്ലാം പാകിസ്ഥാന് നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തോണ്ടിരുന്നത്.
ഇന്ത്യക്ക് പറയത്തക്ക രീതിയിലുള്ള തിരിച്ചടികളൊന്നും തന്നെ നേരിടേണ്ടി വന്നിട്ടില്ല. അതും ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി വരെ ഇന്ത്യ അതിശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഇതിലുപരിയായിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രി കൂടുതൽ പുഷ്ടിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളുടെ ആകാശ് മിസൈലൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റ് കുറച്ച് നാളായിട്ട് നമ്മൾ നോക്കിയില്ല. മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹമാസ് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ടേംസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് അമേരിക്കൻ ബന്ദിയായിട്ടുള്ള എയ്ഡൻ അലക്സാണ്ടറിനെ ഞങ്ങൾ ഒരുവിധ കണ്ടീഷൻസും ഒരു രീതിയിലുള്ള കണ്ടീഷൻസോ മുൻധാരണകളോ ഒന്നും തന്നെ ഇല്ലാണ്ട് വിട്ടുകൊടുക്കാം എന്നാണ് റിലീസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപിന്റെ സൗദി അറേബ്യ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മിഡിൽ ഈസ്റ്റ് വിസിറ്റിന്റെ ഒരു സാഹചര്യത്തിൽ ട്രംപിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു അമേരിക്കൻ ബന്ദിയെ വിട്ടയക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹമാസ്. ഒരു കണ്ടീഷനും ഇല്ല, നോ പ്രീ കണ്ടീഷൻസ്. ഇനി ഹമാസിന്റെ ഇതിന് പുറകിലുള്ള താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ട് ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം. എന്നിട്ട് ഹമാസ് 5 വർഷത്തിലധികം ഗാസയ്ക്കുള്ളിൽ തന്നെ തുടരാനുള്ള ഒരു പെർമിഷനാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇപ്പം IDF ഒരു ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് യമനിലാണ്. യമനിൽ 3 പോർട്ടുകൾ ഹൂത്തികൾ ഹാൻഡിൽ ചെയ്യുന്ന 3 പോർട്ടുകൾക്കാണ് ഈ ഒരു ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് IDF ഇന്ന് രാത്രിയോ, അതായത് സൺഡേ ടു മൺഡേ ആ രാത്രിയിലോ അല്ലെങ്കിൽ മൺഡേ ടു ട്യൂസ്ഡേ ആ രാത്രിയിലോ ഇസ്രായേൽ യമൻ പോർട്ടുകളിൽ ആക്രമണം നടത്താൻ തയ്യാറായിരിക്കുകയാണ്. അതാണ് ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത്. പിന്നെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിന്റെ ആ ഒരു മീറ്റിംഗിൽ പാലസ്തീനിയൻ അതോറിറ്റി, ലെബനാൻ, സിറിയ 3 രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവിനെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പർപ്പസ്ഫുള്ളി മീറ്റിംഗിൽ അവരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള MBSന്റെ അടുത്ത് ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സൗദി അറേബ്യ, ഖത്താർ, UAE 3 രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ 3 രാജ്യങ്ങൾക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഡിസ്കഷൻസ് വരാൻ പോകുന്നത് എന്നാണ് പൊതുവിലുള്ള വാർത്തകൾ. അപ്പോൾ വാറ്റിക്കൻ പഴയ പോപ്പിൽ നിന്നും പുതിയ പോപ്പിലേക്ക് മാറിയ സമയം കൊണ്ട് ഇസ്രായേൽ ഗാസ വിഷയത്തിൽ പുതിയ പോപ്പ് ലിയോ 14 വാറ്റിക്കന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലപാട് ഇങ്ങനെ തന്നെയാണ്: ഗാസയിൽ സീസ് ഫയർ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബന്ദികളെ മൊത്തത്തിൽ വിട്ടയക്കണം. ഇതാണ് നിലവിലെ വാറ്റിക്കനിലെ നിലപാട്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. കാരണം നമ്മൾ ഒരു രീതിയിലും എഴുതി കൊടുക്കുന്നില്ല പാകിസ്ഥാനുമായിട്ട് ഈ ഒരു സീസ് ഫയർ ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന് എവിടെ എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രസ്താവന പുറത്തിറക്കിയെങ്കിലും അത് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു യുദ്ധം ഞാൻ നിർത്തി എന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി സ്വമേധയാ അങ്ങ് ഒരു ട്വീറ്റിലൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചെങ്കിലും ഇന്ത്യ അതിലൊരു രീതിയിൽ ഹാപ്പി അല്ല. ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ട്രംപിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ട്രംപ് ഈ ഒരു യുദ്ധം നിർത്തി തരാൻ സഹായകരമായി എന്ന് പറഞ്ഞുകൊണ്ടോ അങ്ങനെ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇന്ത്യ പുറത്തിറക്കിയിട്ടില്ല. കാര്യം എന്താണ്? ഇന്ത്യക്ക് അതിൽ താല്പര്യമില്ല. ഇന്ത്യയെ ഈ ഒരു ആക്രമണത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമല്ല. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഇനി ഏത് സമയത്ത് വന്നാലും ഇന്ത്യക്ക് ഇതേപോലെ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ 4 ദിവസം കൊണ്ട് തെളിയിച്ചു കൊടുത്തത്. പഴയ ഇന്ത്യ എന്തായിരുന്നു, പുതിയ ഇന്ത്യ ഇപ്പൊ എന്താണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമായിട്ട് പാകിസ്ഥാനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലാക്കൽ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മൾ ആണവായുധം അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് വരെ ആക്രമണം നടത്തിയിട്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത്. ഇതൊക്കെ ലോകത്ത് വേറെ ഒരു രാജ്യങ്ങളും ചെയ്യത്തില്ല, ചെയ്യാൻ മുതിരില്ല, ചെയ്തതായിട്ട് ചരിത്രവുമില്ല എന്നുള്ളതാണ്. ഇന്ത്യയാണ് ഒരു ആണവായുധം വെച്ചിരിക്കുന്ന രാജ്യത്തിന്റെ ആ സ്പോട്ടിന്റെ അടുത്ത് ചെന്ന് ആക്രമണം നടത്തിയത്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ എവറി ഡേ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇന്ത്യ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇതേ രീതിയിൽ ഇന്ത്യയെ വിട്ടുകഴിഞ്ഞാൽ പാകിസ്ഥാനെ മൊത്തത്തിൽ തൂത്ത് വിറക്കി കളയും എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇടപെട്ടത്. കാരണം അമേരിക്കയെക്കാളും ഒരു വലിയ ശക്തി ഇവിടെ ഉണ്ടായി വരാൻ പാടില്ല എന്നുള്ളത് അമേരിക്കയുടെ തന്നെ എഴുതപ്പെടാത്ത പോളിസിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയെ ഈ ഒരു അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് POK കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ എക്കോണമി അനുസരിച്ച് നമുക്കത് അത്ര എളുപ്പത്തിൽ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവൃത്തിയല്ല. അതുകൊണ്ട് ഈ രീതിയിൽ ഇസ്രായേലിനെ പോലെ തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയായിരിക്കും ഇന്ത്യക്ക് വളരെ അനുയോജ്യമായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതേ രീതിയിൽ തന്നെ ഇന്ത്യ ഉടനീളം തുടരുന്നതായിരിക്കും.
അല്ലാതെ ഇന്ത്യ തികച്ചും ഒരു യുദ്ധത്തിലേക്ക്, ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധത്തിലേക്ക് ഇന്ത്യ ഒരിക്കലും പോവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.